ഹായ് നമസ്കാരം. ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ലാസ് ഡെന്റൽ ടോക്കിലേക്ക് സ്വാഗതം. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ പല്ലോട് കൂടി ജനിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ആൾക്കാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചില റെയറാണ്, പക്ഷെ ചില കുട്ടികളിലെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ വായിൽ പല്ലുകളോട് കൂടി, അതായത് പാൽപ്പല്ലുകളോട് കൂടി തന്നെ അവർ ജനിക്കുന്നത്. ഇത്തരത്തിലുള്ള പല്ലുകളെയാണ് നമ്മൾ നേറ്റൽ ടീത്ത് എന്ന് പറയുക. അതായത് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ജനിക്കുമ്പം അവരുടെ വായിൽ ആ ടൂത്ത് ബെഡ് ഫോം ചെയ്ത് അത് പല്ലുകളായി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുട്ടികൾ ജനിക്കുമ്പോൾ നമുക്ക് പല്ലുകൾ പുറത്തോട്ട് കാണും. അപ്പോൾ ഈ പല്ലുകൾ കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് നമ്മുടെ താഴ്വരിയിലെ മുൻവശത്തെ പല്ലുകളാണ്. ആ പല്ലുകൾ തന്നെയാണ് പാൽപ്പല്ലുകൾ, നേരത്തെ തന്നെ വരുന്ന പല്ലുകളും. പക്ഷേ ഈ പല്ലുകൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ മുൻവശത്തെ താഴ്വരിയിലെ മുൻവശത്തെ 2 പല്ലുകളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പറഞ്ഞു പോകുന്ന പല്ലുകളാണ്, പാൽപ്പല്ലുകളാണ്. പോയിട്ട് നമുക്ക് പുതിയ പല്ലുകൾ ആ ഒരു 6 വയസ്സ് കഴിഞ്ഞ് അവർക്ക് പുതിയ പല്ലുകൾ വരും. പക്ഷേ ഈ നേറ്റൽ ടീത്ത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലുകൾ കൊണ്ട് അവർ ജനിക്കുന്നത് കാരണം അവർക്ക് പാല് പ്രോപ്പറായിട്ട് കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിപ്പിളിൽ വേഗത്തിൽ തന്നെ മുറിവ് വരാനും, അല്ലെങ്കിൽ കുട്ടികൾക്ക് പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും, അല്ലെങ്കിൽ ഈ താഴത്തെ പല്ല് അവരുടെ ചുണ്ടിൽ തട്ടിയിട്ട് അല്ലെങ്കിൽ മുകൾ വശത്ത് തൊണ്ണിൽ തട്ടിയിട്ട് ഒക്കെ മുറിവ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ളൊരു കേസിൽ നമ്മൾ ഡോക്ടറെ തീർച്ചയായും പോയി കാണിക്കണം. നമ്മൾ പല്ല് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പല്ല് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ തുടക്കത്തിൽ തന്നെ അത് പറിച്ചു ഒഴിവാക്കാം. ആ ഒരു പല്ല് വരാൻ ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ ലേറ്റ് ആവും എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പല്ല് അല്ലെങ്കിൽ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ചെറിയ ഷാർപ്പ് എഡ്ജ് തട്ടുന്നൊരു ഇത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പല്ലുകൾ സ്മൂത്ത് ചെയ്തിട്ട് ആ കുട്ടികൾക്ക് നോർമലായിട്ട് പാല് കുടിക്കാൻ തക്ക രീതിയിൽ നമുക്കതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് നേറ്റൽ ടീത്ത് എന്ന് പറയുന്നത്. എന്നാൽ ചില കുട്ടികൾക്ക് അവർ ജനിച്ച ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ തന്നെ പല്ല് മുളച്ചു വരാൻ തുടങ്ങും. അതായത് കുട്ടി ഒരു 1 മന്ത് ആകുമ്പോഴേക്കും അവർക്ക് പുതിയ പല്ല് താഴത്തെ വരിയിൽ നേരത്തെ തന്നെ, നോർമലി ഒരു കുട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പല്ല് അല്ലെങ്കിൽ പാൽപ്പല്ല് മുളച്ചു വരുന്നത് ഒരു 6 മന്ത്സിൻ്റെ ഉള്ളിലായിട്ടാണ്. അപ്പം അത് അത്രയും ആവാതെ തന്നെ നേരത്തെ തന്നെ, അതായത് 1 മന്തിൽ തന്നെ പല്ല് മുളച്ചു വരികയാണെങ്കിൽ അതിനെ നമ്മൾ നിയോനേറ്റൽ ടീത്ത് എന്ന് പറയും. ഈ നിയോനേറ്റൽ ടീത്ത് എന്ന് പറഞ്ഞാൽ ഇതും പ്രശ്നക്കാരാണ്. കാരണം മെയിനായിട്ട് കുട്ടികൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പാല് കുടിക്കുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് സക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രധാന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിന് നിപ്പിളിൽ ലേസറേഷൻ വരാനും, അതുപോലെ തന്നെ അവർക്ക് മുറിവ് വരാനും, ഫീഡിങ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റാതൊക്കെ വരാറുണ്ട്. അപ്പം ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ആ പല്ലുകളെ ഒന്നെങ്കിൽ പറിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ പല്ലുകളെ സ്മൂത്ത് ചെയ്തിട്ട് ആ ഒരു ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് പാല് കുടിക്കത്തക്ക രീതിയിൽ ചെയ്തു കൊടുക്കാവുന്നതാണ്. പ്രോപ്പറായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ നല്ല പറിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അവർക്ക് നോർമൽ മിക്ക ആൾക്കാർക്കും ഇത് അവരുടെ പാൽപ്പല്ലാണ്, അതായത് മുളച്ചു വരേണ്ട പാൽപ്പല്ല് നേരത്തെ തന്നെ മുളച്ചു വരികയാണ്. അപ്പോൾ നമ്മളിത് ആദ്യം തുടക്കത്തിൽ അത് എടുത്തു കൊടുത്തതുകൊണ്ട് അവർക്ക് പാൽപ്പല്ല് ആ ഒരു ഭാഗത്ത് വരില്ല എന്നുള്ളൂ. പക്ഷേ അവരുടെ പെർമനന്റ് ടൂത്ത് 6 വയസ്സാവുമ്പം അത് പുതിയ പല്ല് മുളച്ചു വരുന്നതാണ്. അപ്പോൾ ഇതൊരു പാൽപ്പല്ലാണ്, അത് പറിച്ചു എന്ന് വിചാരിച്ചിട്ട് അവരുടെ പെർമനന്റ് ടൂത്തിനെ അത് ബാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ളൊരു കുട്ടികളെ കാണലില്ല, അത്തരത്തിലുള്ളൊരിത് നമ്മുടെ കുട്ടികൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പറിച്ചു കൊടുക്കാൻ ഒരിക്കലും മടിക്കേണ്ട ആവശ്യമില്ല. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ 2 സൈഡിൽ പിന്നീടുള്ള പല്ലുകളൊക്കെ കറക്റ്റ് ഓർഡറിൽ തന്നെ വരുന്നതായിരിക്കും. ഈ മുൻവശത്ത് കുട്ടികൾക്ക് ഒരു 6 വയസ്സ് വരെ കുറച്ചൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നു എന്നുള്ളൂ. അപ്പം ഇതാണ് നേറ്റൽ ടീത്തും നിയോനേറ്റൽ ടീത്തും. പല പാരൻസും കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് നേരത്തെ തന്നെ പല്ല് വരുന്നത്, അത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ അത് അവരുടെ പുതിയ പെർമനന്റ് ടൂത്തിനെ അത് ബാധിക്കുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒന്നുകൂടിയാണ് ഈ നേറ്റൽ ടീത്തും അതുപോലെ തന്നെ നിയോനേറ്റൽ ടീത്തും. അപ്പം അത് പേടിക്കാനൊന്നുമില്ല. അത് ചില കുട്ടികൾക്ക് റെയറായിട്ട് വരുന്ന കേസിൽ ഉണ്ടാകുന്നതാണ്. നോർമലി നമ്മളെ പല്ല് വരുന്നത് 6 മാസത്തിലാണെങ്കിൽ ചില ആൾക്കാർക്ക് പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറിയിൽ തന്നെ കുട്ടി വരുമ്പം കുട്ടിക്ക് പല്ലോടുകൂടി വരുന്നതാണ് നേറ്റൽ ടീത്ത്. എന്നാൽ ജനിച്ചൊരു 1 മന്തിൻ്റെ ഉള്ളിൽ മുളച്ചു വരുന്നതാണ് നിയോനേറ്റൽ ടീത്ത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത്